അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് ക്ലാക്ടണിൽ പോവാണ്. അത് ആദ്യമൊക്കെ റെഡി ആയിട്ടുണ്ട്. അതൊരു സൈക്കിളാണ് പുതിയത്. പിന്നെ അപ്പോൾ നമ്മൾ ക്ലാക്ടണിൽ പോണത് ഇന്ന്. ന്യൂഫ് ഇപ്പോൾ ക്ലാക്ടണിലല്ലേ, അപ്പോൾ ക്ലാക്ടണിൽ ഇന്ന് ഫയർ വർക്ക് ഉണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് നമ്മളിതാ ഉമ്മൊക്കെ ഇതാ റെഡി ആയിട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ മുന്നേ ക്ലാക്ടണിൽ ബസ്സിനാണ് പോയിട്ടുള്ളത്. ഞാനും നൂഫിയും കൂടെ കഴിഞ്ഞ ഒരു ക്ലാക്ടൺ ബ്ലോഗിലായിരുന്നു. അപ്പോൾ അവിടേക്ക് നമ്മൾ പോണത്. അവിടെ വെച്ചിട്ടാണ് ഈ ഫയർ വർക്ക് നടക്കാൻ പോകുന്നത്. നമുക്ക് ആ കറക്റ്റ് ടൈമിന് എത്താൻ പറ്റുമെന്ന് അറിയില്ല. സോ ഇവിടുന്ന് ഒരു ½ ആൻ അവർ ഡ്രൈവ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇൻഷാല്ലാ ഇനി വണ്ടിയിൽ നിന്നുള്ള വ്ലോഗ് എടുക്കുന്നില്ല. അപ്പോൾ ഇൻഷാല്ലാ അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ നമ്മളിതാ ക്ലാക്ടണിൽ എത്തിയിട്ടുണ്ട്. ഭയങ്കര കാറ്റുണ്ട് ഇവിടെ. പിന്നെ നമ്മൾ കടലിൻ്റെ അടുത്തൊക്കെ വന്നത്. അപ്പോൾ എന്തായാലും വല്ല കാറ്റുണ്ടാവുമല്ലോ. അപ്പോൾ ഇവിടെ എത്തിയിട്ട് നമ്മൾ നൂഫി നടന്നിട്ട് വരുന്നുണ്ട്, നൂഫിയുടെ ഫ്രണ്ടിനൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മളിതാ ഇവിടുന്ന് അങ്ങോട്ട് പോവാണ്. നല്ല തിരക്കുണ്ട്. അങ്ങനെ നമ്മളിവിടെ എത്തി. അപ്പോൾ അവിടെ പാർക്കിംഗ് ഒക്കെ ഫ്രീ ആയിരുന്നു, കാരണം അന്ന് എല്ലാവരും ഫയർ വർക്ക് കാണാൻ വരുന്ന കാരണം. അപ്പോൾ ഞങ്ങൾ നടന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഞാൻ ഇവിടെ ഫ്രണ്ടിൽ സംസാരിക്കണമെങ്കിലും ആദ്യ സാധനവും കൂടെ ഭയങ്കര സൗണ്ട്. അത് കാരണം അത് എന്താ പറയുക, അതിനൊരു വോയിസ് ഓവർ കൊടുക്കേണ്ടി വന്ന്. കാരണം ഞാൻ പറയുന്നതും മനസ്സിലാവില്ല, അവർ പറയുന്നതും മനസ്സിലാവില്ല. അങ്ങനെ പിന്നെ ഇതാ നമ്മൾ മുന്നേ ക്ലാക്ടണിക്ക് പോയ അതേ സെയിം ക്ലാക്ടൺ പയറിൻ്റെ അവിടെയാണ് ഇത് നടക്കുന്നത്. അപ്പോൾ അങ്ങോട്ട് പോയി. അപ്പോൾ നമ്മൾ ഇവിടെ എത്തുമ്പോഴത്തേനും ഓൾറെഡി പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം അത് കറക്റ്റ് ടൈമിന് 9 മണിക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്തു. ആക്ച്വലി ഫയർ വർക്ക് എന്തിനാന്ന് വെച്ചാൽ ഇവിടുത്തെ സമ്മർ ഹോളിഡേയ്സ് കഴിഞ്ഞ് കുട്ടികളെ സ്കൂളൊക്കെ പൂട്ടി ലാസ്റ്റ് എൻഡിലാവുമ്പോൾ ഒരു ഡേയിൽ ഒരു പ്രത്യേക ഒരു ദിവസം അവർ പറയും, ആ ഒരു ദിവസത്തിലാണ് ഈ ഫയർ വർക്ക് ഉണ്ടാവുക. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരു എന്താ പറയുക എൻജോയ്മെൻറ്റിന് വേണ്ടിയിട്ടാണത്. അപ്പോൾ ഒരുപാട് ഫാമിലിയും ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. കാരണം ഈ സമ്മർ ആകുമ്പോൾ ഇവിടെ ഈ ക്ലാക്ടൺ പയർ 10 മണി വരെ ഓപ്പൺ ചെയ്യും. അപ്പോൾ ഫുള്ള് ക്രൗഡും കാര്യം. അപ്പോൾ നമ്മളിവിടെ എത്തുമ്പോഴത്തേനും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എങ്ങനെ ഉണ്ടായിരുന്നു ഉമ്മ? അടിപൊളിയായിരുന്നു. അപ്പോൾ ഫയർ വർക്കൊക്കെ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ കാറ്റായതുകൊണ്ട് അതിങ്ങനെ മിസ്സായി പോവുകയുണ്ടായിരുന്നു. നമ്മളിതിന് മുന്നേ ഫയർ വർക്ക് കണ്ടിട്ടുള്ളത് യൂണിവേഴ്സിറ്റിയിൽ, പിന്നെ പെരുന്നാളല്ല ക്രിസ്മസിന്. അപ്പോൾ ഭയങ്കര കാറ്റുണ്ട്, നല്ല തണുപ്പുണ്ട്. ഇപ്പോൾ തണുപ്പ് ചെറുതായി തുടങ്ങിയിട്ടുണ്ട്. ആദ്യമൊക്കെ ഭയങ്കര എല്ലാവരും നൂഫിനെ വെയിറ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. നൂഫ് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് നൂഫിയുടെ നാടാണ് ക്ലാക്ടൺ.
അങ്ങനെ ഇതാ നമ്മൾ നൂഫിനെ മീറ്റ് ചെയ്തു. പിന്നെ നമ്മൾ കുറച്ച് നേരം ഗെയിം കളിച്ച് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് പിന്നെ ഇങ്ങനത്തെ റൈഡിലൊക്കെ കയറാൻ പേടിയാണ് കേട്ടോ. പക്ഷെ ഉമ്മ ആദ്യമായിട്ട് ഇങ്ങനെ ഇതാദ്യമായിട്ടാണ് ഉമ്മ ഇങ്ങനെ റൈഡിൽ കയറുന്നത് ഞാൻ കാണുന്നത്. ഉമ്മ എവിടെ പോയാലും അങ്ങനെ വാട്ടർ തീം പാർക്കിലൊന്നും പോകാൻ ഉമ്മ പ്രോത്സാഹിപ്പിക്കാറില്ല ഞങ്ങളെ. പക്ഷെ ഞങ്ങൾ നിർബന്ധിച്ചിട്ട് നൂഫിൻ്റെ കൂടെ ഞങ്ങൾ വിട്ടു. പിന്നെ കടലിൻ്റെ അവിടെ എത്തിയപ്പോഴാണെങ്കിലും അവിടെ ഭയങ്കര കാറ്റായിരുന്നു കേട്ടോ. നമുക്കവിടെ ശരിക്കും പറഞ്ഞാൽ നിൽക്കാൻ പോലും പറ്റുന്നില്ല, അത്രയും കാറ്റായിരുന്നു. പക്ഷെ ഉമ്മക്ക് അതിനെ കാണണം, ഉമ്മ കാണാത്ത കാരണം ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോയതാണ്. ആക്ച്വലി സനുവും ഇവിടെ അങ്ങനെ കണ്ടിട്ടില്ല. സനു അങ്ങനെ എന്താ പറയുക അതിന് മുന്നേ ഒരു ക്ലാക്ടറിൽ ഈ ഒരു സ്ഥലത്തേക്ക് ഞങ്ങൾ സനുവിനായിട്ട് വന്നിട്ടില്ല. അപ്പം അങ്ങനെ വന്നതാണ്. പക്ഷെ നല്ല രസമായിരുന്നു കേട്ടോ. രാത്രി കാണാനും ഭയങ്കര കാറ്റായതുകൊണ്ട് നമ്മൾ അധികം നേരം അവിടെ നിൽക്കാൻ പറ്റില്ല. പിന്നെ ആദ്യക്കാണെങ്കിൽ പെട്ടെന്ന് പനി വരും, അടുത്ത് കൂടെ പോയാൽ മതി. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, പെട്ടെന്ന് പാക്കപ്പ് ചെയ്ത് തിരിച്ചു പോകാൻ പ്ലാൻ ചെയ്തു. അപ്പോൾ ഇതാ ഞങ്ങൾ വീട്ടിൽ തിരിച്ചെത്തി. നൂഫിനെ അവിടെ ആക്കി കൊടുത്തു. പിന്നെ വിശക്കുണ്ട്, എന്താ ഉമ്മ അവിടെ കഴിക്കാനുള്ളത്? അപ്പോൾ ഞാൻ പോയി നെയ്ച്ചോറും ബീഫ് കറിയും കഴിക്കാൻ പോവാണ്. അപ്പോൾ ഇന്നത്തെ എന്താ പറയുക, ഇന്ന് ജോലി കഴിഞ്ഞ് പോയാൽ ഭയങ്കര ടയേർഡാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരേക്കും ഗുഡ് ബൈ, അസ്സലാമു അലൈക്കും. നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.